ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പ്രശസ്ത ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ പറയപ്പെട്ട ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ പറയുന്ന കഥയുടെ പേരാണ് ചിറകുകൾ ലഭിച്ച ഭാഗ്യവാൻ. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരപുത്രനാണ് ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, നീ എന്റെ ശരീരപ്രകൃതിയിലും സ്വഭാവത്തിലും നീ എന്നെ പോലെയാണ്. ഇസ്ലാമിന്റെ തുടക്ക സമയത്ത് തന്നെ അദ്ദേഹം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാളായിരുന്നു. തന്റെ മാതാപിതാക്കൾക്ക് മുമ്പായി സത്യത്തിന് വേണ്ടി എല്ലാ പ്രയാസങ്ങളും അദ്ദേഹം സഹിച്ചു. മക്കയിലെ മുസ്ലിമുകൾക്ക് അക്രമം വർദ്ധിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരെ ഹബശയിലേക്ക് അയച്ചു. അവരുടെ നേതാവായിരുന്ന ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ അവർ നജ്ജാശി എന്ന നീതിമാനായ രാജാവിന്റെ മുമ്പിൽ എത്തിയപ്പോൾ അദ്ദേഹത്തോട് ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നവരാണ്. അള്ളാഹു ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു. അദ്ദേഹം സത്യവും നീതിയും പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു മറിയത്തിലെ വാക്യങ്ങൾ രാജാവിന്റെ മുമ്പിൽ വായിച്ചു. നജ്ജാശിയുടെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതും ഈസയുടെ വചനം ഒരേ ഉറവിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം അവർക്ക് സംരക്ഷണം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രദേശത്ത് ഒരു മുസ്ലിം ദൂതനെ കൊല ചെയ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് 3000-ഓളം വരുന്ന സഹാബാക്കളെ അയച്ചു. മുഅ്തദ് യുദ്ധം. 3 പേരായിരുന്നു സേനാധിപതികൾ. ഒന്നാമത്തെ ആളുടെ പേരാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ആളുടെ പേര് ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ആളുടെ പേരാണ് അബ്ദുല്ലാഹ് ബിൻ റവാഹ്. രണ്ടാമനായി നേതൃത്വം ഏറ്റെടുത്ത ജാഫർ റളിയല്ലാഹുവിന്റെ കയ്യിൽ പതാക. അദ്ദേഹത്തിന്റെ കുതിരയുടെ കാലുകൾ മുറിക്കപ്പെട്ടു. പതാക താഴെ വീഴാതെ മുന്നോട്ട് ഓടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, സ്വർഗം എത്ര മനോഹരമാ, അതിന്റെ സുഗന്ധം എത്ര അടുത്ത. മുന്നോട്ട് ഗമിക്കവേ അദ്ദേഹത്തിന്റെ വലതു കൈ മുറിക്കപ്പെട്ടു. പതാക ഇടത്തെ കൈയിൽ പിടിച്ചു. ഉടൻ അദ്ദേഹത്തിന്റെ ഇടതു കൈ മുറിക്കപ്പെട്ടു. ഇരുകൈകളില്ലാതെ അദ്ദേഹം പതാക നെഞ്ചത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ റളിയല്ലാഹു അൻഹു താഴെ വീണ് ഷഹീദായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മദീനയിലെ ദൈവപ്രചോദനത്തിലൂടെ തങ്ങൾ അത് കണ്ടു. മസ്ജിദുൽ നബവിയിൽ നിന്ന് കൂട്ടുകാരോട് പറഞ്ഞു, ഇതാ സെയ്ദ് വീണു, ജാഫർ വീണു, അബ്ദുള്ള വീണു. തങ്ങളുടെ കണ്ണുനീരൊഴുകി. തങ്ങൾ പറഞ്ഞു, ഞാൻ ജാഫറെ സ്വർഗത്തിൽ കണ്ടു. അദ്ദേഹത്തിന് അള്ളാഹ് 2 സ്വർഗീയ ചിറകുകൾ നൽകി. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലൂടെ പാറിപ്പറക്കുന്നു. അതുകൊണ്ടാണ് ജാഫർ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം വിളിക്കുന്നത് ജാഫർ ത്വയ്യാർ, ചിറകുള്ള ജാഫർ. ജാഫർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു, സത്യത്തിനായി ജീവിക്കുന്നവൻ ശരീരത്താൽ തോറ്റാലും ആത്മാവിൽ വിജയിക്കുന്നു. അദ്ദേഹത്തിന്റെ മുറിക്കപ്പെട്ട കൈകൾക്ക് പകരം അള്ളാഹു 2 സ്വർഗീയ ചിറകുകൾ നൽകി. അതെ, ഇസ്ലാമിന് വേണ്ടി ഈ ദുനിയാവിൽ നാം എന്തെല്ലാം ത്യജിക്കുന്നുവോ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു പകരം നമുക്ക് തരും. അള്ളാഹു ആ മഹാത്മാക്കളോടൊപ്പം നമ്മയും സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ. ആമീൻ. കൂട്ടുകാരെ, എന്റെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ഞാൻ പിന്നെ പോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 128